ഈവനിങ്ങില് എല്ലാവരും കൂടി എങ്ങോട്ടാ? സിനിമയ്ക്ക് പോവാണോ? ഏയ് അല്ല മാം, ഞങ്ങക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതിനായിട്ട് പോവാ. അനു എവിടെ? അവള് നിങ്ങൾക്കൊപ്പം വരുന്നില്ലേ? എന്തുപറ്റി? അനു നിങ്ങളുമായി പിണങ്ങിയോ? ഹേ ഇല്ല മാം, അനു അമ്പലത്തിലേക്ക് പോയതാ. അമ്പലത്തിലേക്കോ? ആ, ഞങ്ങള് പോകുന്ന വഴിക്ക് അവളെ പിക്ക് ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് പോകുന്നേക്കെ കൊള്ളാം, ലേറ്റ് ആയിട്ട് വരരുത്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി പല സംശയങ്ങളും പ്രശ്നങ്ങളുമാണ്. അതെല്ലാം നിങ്ങൾക്കറിയാലോ. എന്ത് കാര്യത്തിനായാലും എവിടെ പോയാലും 9 മണിക്ക് മുൻപേ ഇവിടെ തിരികെ എത്തണം. ലേറ്റായി വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഓക്കെ. വാ. അനു അമ്പലത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞത് അബദ്ധമാവോ? അനു ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനല്ലേ പറയാൻ പറ്റൂ. അനുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഭൂകമ്പം നടന്നേനെ. അവൾ എഴുതി വെച്ച കത്ത് നമുക്ക് പുറത്തെങ്ങും കാണിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞ അനു ആരവോ മിസ്സിംഗ് അല്ലേ? മിസ്സിംഗ് ആണ്. അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തിടത്തോളം അവര് മിസ്സിംഗ് തന്നെയാ. 9 മണിക്ക് മുമ്പ് അനുവിനെ ആരവിനെയും കണ്ടെത്താൻ കഴിയാതെ വന്ന നമ്മൾ മാമിനോട് എന്ത് പറയും? അത് 9 മണിക്ക് ശേഷമുള്ള കാര്യമല്ലേ. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിച്ച് തല പോയിക്കണ്ട. അവരെ കണ്ടെത്താനും കൂട്ടിക്കൊണ്ടുവരാനും അല്ലേ നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്നേ. ആരവിനെ കുറിച്ചുള്ള ആശങ്കയില് അനു ഇമോഷണൽ ആയിട്ട് ചെയ്തു പോയൊരു പ്രവൃത്തിയായത്. അവനെ കൊണ്ട് തനിച്ചിറങ്ങിയപ്പോ അത് അപകടമെന്ന് അവൾ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അനു ആരവനെയും കൊണ്ട് 9 മണിക്ക് മുമ്പ് ഇവിടെ മടങ്ങിയെത്തിയേക്കും. നമ്മൾ അവരെ അന്വേഷിച്ചു നടക്കുമ്പോ അവര് തിരിച്ചെത്തിയാലോ? വൃന്ദ പറഞ്ഞത് ഈ പ്രശ്നത്തിന്റെ ഒരു വശം മാത്രം. അതിനൊരു മറുവശം കൂടിയുണ്ട്. അനുവിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച പിന്നെ അതിൽ നിന്നും പിന്മാറ്റമില്ല. അവളുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും തീവ്രത അല്പം കൂടുതലാ. അവള് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിലെ അപകടം എന്താണെന്ന് അവള് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ അവരെ കണ്ടുമുട്ടിയാലേ അവൾക്കത് മനസ്സിലാവും. എന്റെ ദൈവമേ, ആരവനെ കൊണ്ടുപോയി അവൾ വല്ല പോലീസിന്റെ വലയിലും വീഴൂ. ആരും പറ്റുന്ന വാക്ക് പറയാതിരി. നിങ്ങൾ വണ്ടി കയറി പോവാം. സ്വർഗസ്ഥനായ പിതാവേ, പിശാചിന്റെ സന്തതികളെ അമർച്ച ചെയ്ത് നന്മയുടെയും വിശുദ്ധിയുടെയും നാളുകൾ കടന്നു വരണമേ. ആമേൻ. അച്ഛൻ 3-4 ദിവസം ഇവിടെ എന്തോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഔസേപ്പേ, അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരിക. ഞാനിവിടെ നിൽക്കുന്നത് അച്ഛൻ എങ്ങനെ കണ്ടു? അച്ഛന് പുറകെ. ഓ, അച്ചോ, 3-4 ദിവസമായി ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണെന്നല്ലേ നിനക്കറിയേണ്ടത്? സത്യമായിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യം അച്ഛനിത് അങ്ങനെ അറിഞ്ഞു?
ഔസേപ്പേ, ഇതൊരു സാധാരണ മരക്കുരിശല്ല. 1 മാസത്തേക്ക് ഈ കുരിശിന് കാവലുണ്ടാകണം. കാവൽ ഞാൻ ഏറ്റച്ചോ. അല്ല, ഇതെന്തിനാണച്ചോ? പറഞ്ഞു തരാം.